التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, അൽ ഹദീസു അൽ ഇശ്റൂൻ, 20ാമത്തെ ഹദീസ്. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه. ഇവിടെയും ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തെ കുഞ്ഞത്ത് കൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തിയത്. മുൻപ് ഒരു ഹദീസിലും ഇദ്ദേഹത്തെ പറഞ്ഞതായി നമ്മൾ കാണുകയില്ല. അതുകൊണ്ട് തന്നെ അബൂ മസ്ഊദ് എന്ന കുഞ്ഞത്ത് കൊണ്ട് അദ്ദേഹം തുടങ്ങി. അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ബദ്രി. അൽ ബദ്രി എന്ന നിസ്ബ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായിരുന്നു എന്നതുകൊണ്ടല്ല. പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായ പ്രകാരം സ്വഹാബി അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല, മറിച്ച് ബദറിൽ അദ്ദേഹം താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബദ്രി എന്ന് പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും സ്വഹാബിയെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് തന്നെ അത്യാവശ്യം സമയം നമ്മൾ പോയി. കൂടുതൽ സ്വഹാബിയെ കുറിച്ച് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. റവാഹു അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊല, നുബൂവത്തിന്റെ ആദ്യ സംസാരങ്ങളിൽ നിന്ന് ജനങ്ങൾ ഗ്രഹിച്ചെടുത്ത കാര്യങ്ങളിൽ പാഠങ്ങളിൽപ്പെട്ടതായിരുന്നു ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ നിനക്കുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാം. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു കൊള്ളുക. ഇതാണ് ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം. ഇതിന് സമാനമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലജ്ജയുടെ പാഠങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മൂസ അലൈഹി സലാം കാന റജുലൻ ഹയ്യൻ. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ ലജ്ജയുള്ളവനായിരുന്നു. അവിടുന്ന് അധികമായി ലജ്ജിച്ചിരുന്നു. ചില റിവായത്തുകൾ കാണാം, അറയിൽ അടങ്ങിയിരിക്കുന്ന കന്യകമാരെക്കാൾ ചില വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജ കാണിച്ചിരുന്നു. ലജ്ജ എന്നത് അവിടുത്തെ വിശേഷണമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് ഇന്ന മിമ്മാ അദ്റക അന്നാസു. അവിടെ അദ്റക അന്നാസു എന്ന് വായിക്കുന്നത് പോലെ അദ്റക അന്നാസ എന്ന ഖിറാഅത്തും ഉണ്ടെന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിരിക്കുന്നു. അദ്റക അന്നാസു എന്ന് പറയുമ്പോൾ നാസ് ഫാഇലാവും, നാസ എന്ന് പറയുമ്പോൾ മഫ്ഊലാവും. അപ്പൊ ജനങ്ങൾ ആദ്യകാല നുബൂവത്തിന്റെ പാഠങ്ങളിൽ നിന്ന് ഗ്രഹിച്ചെടുത്തത് എന്ന് നാസിനെ ഫാഇലായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മഫ്ഊലായിട്ട് പറയുമ്പോഴോ ആദ്യകാല നുബൂവത്തിന്റെ പാഠങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. രണ്ടർത്ഥത്തിലും പറയാം, ആശയം ശരിയാകും. ജനങ്ങൾ ആദ്യകാല നുബൂവത്തിൽ നിന്ന് ഗ്രഹിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ, ആദ്യകാല നുബൂവത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ. ചിലർ പറഞ്ഞു അൽ ഊല എന്നതിൻ്റെ ഉദ്ദേശം അൽ ഖദീമ, അസാബിക,
ചുരുക്കി പറഞ്ഞാൽ മുൻകാല അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും നുബുവത്തിന്റെ റിസാലത്തിന്റെ പാഠങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനും പകർന്നു കിട്ടിയ അള്ളാഹുവിന്റെ വഹീന്റെ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പാഠമാണ് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാം എന്നത്. ഇവിടെ മുൻകാല വൃത്താന്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, അതായത് മുൻകാല കിതാബുകളുടെ സന്ദേശങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ മുൻകാലക്കാരായ സമൂഹങ്ങൾക്കിടയിൽ നടന്ന കഥകൾ, അവരുടെ വൃത്താന്തങ്ങൾ, ഇതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നതിൽ ഉലമാക്കൾക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. അതിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല. ഈ സദസ്സ് അതിനെ യോജിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുൻകാല കിതാബുകളിൽ നിന്നോ സമൂഹങ്ങളിൽ നിന്നോ എന്തെങ്കിലും കഥകളോ അതല്ലെങ്കിൽ അവരുടെ ശരീഅത്തിന്റെ എന്തെങ്കിലും വ്യവസ്ഥകളോ വ്യവസ്ഥിതികളോ വിശേഷങ്ങളോ വൃത്താന്തങ്ങളോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീഅത്തിനോട് യോജിക്കുന്നതാണോ നമ്മൾ സ്വീകരിക്കണം. അത് നമ്മുടെ ശറയിൽ അല്ലാഹു നമുക്ക് ശറഅാക്കി എന്നതുകൊണ്ട് സ്വീകരിക്കണം. നമ്മുടെ ശരീഅത്തിനെതിരാണോ നമ്മളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല. ഇനി നമ്മുടെ ശറഅതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നമ്മുടെ ശറഅതിനെ വിലക്കിയിട്ടുമില്ല, അതായത് മുൻകാല കിതാബുകളുടെ സന്ദേശമായി അല്ലെങ്കിൽ വാർത്തയായി നമുക്ക് എന്തെങ്കിലും വന്നു, അതിന് നമ്മുടെ ശറഅയിൽ നിന്ന് പ്രത്യേകിച്ച് തെളിവില്ല, ചെയ്യാൻ വിലക്കാനുള്ള വിലക്കുമില്ല, എങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ സത്യപ്പെടുത്താനും നമ്മളതിനെ കൊള്ളാനും പോകരുത്, തള്ളാനും കൊള്ളാനും പോകരുത്. നമ്മളവിടെ മൗനം അവലംബിക്കുക. ഇതാണ് ആ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞതിന്റെ ആകത്തുക. ഇദാ ലം തസ്തഹി, എന്താണ് മുൻകാല അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ നുബുവത്തിന്റെ പാഠങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇക്കാലത്തേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട രൂപത്തിൽ പഠിച്ചെടുത്ത മഹത്തായ പാഠം, ഈ ഹദീസിൽ പറഞ്ഞ പാഠം. ഇദാ ലം തസ്തഹി, ഇവിടെ തസ്തഹി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ കോപ്പിയിൽ ഹാന് ശേഷം യാ ഇല്ലല്ലോ അല്ലെ, ലം തസ്തഹി എന്നല്ലേ, ലം തസ്തഹി എന്നും വായിക്കാം. അത് ഇസ്തിഹ്യാഇൽ നിന്നാണ്. ഇസ്തഹ്യ ഇസ്തഹി, ഇസ്തഹ യസ്തഹി എന്നതിന്റെ അമ്രാണ്. അതല്ലെങ്കിൽ അതിൽ ആ മുദാരിയായ ഫിൽ ലമ്മു വന്നാലാണ് തസ്തഹി എന്ന് വായിക്കുക. ഇസ്തഹ്യ യസ്തഹി എന്നതിന് ലമ്മു വന്നു കഴിഞ്ഞാൽ തസ്തഹി എന്ന് യാഓട് കൂടി വായിക്കുക. രണ്ടും ഹദീസിൽ കാണാം. അപ്പോൾ ഇവിടെ തസ്തഹി എന്ന് കണ്ടു, വേറെ വല്ലയിടത്തും തസ്തഹി എന്ന് കണ്ടാൽ അതെന്താണെന്ന് സംശയിക്കേണ്ടതില്ല. രണ്ടു വായനയും സ്ഥിരപ്പെട്ടതാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ലജ്ജ എന്ന ഗുണത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നത്. എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? ലജ്ജ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു, സിഫത്തുൻ ഫിൻ നഫ്സി തദ്ഉ ഇലാ ഫിഅലിൽ ജമീൽ വ ഇലാ തർക്കിൽ ഖബീഹ്. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മോശമായ കാര്യങ്ങൾ ഒഴിവാക്കാനുമുള്ള മനസ്സിന്റെ അവസ്ഥയാണ് ലജ്ജ എന്ന് പറയാം. ലജ്ജയുണ്ടോ ഒരാൾക്ക്, അയാൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടും, അവൻ അതിന് മടിച്ചു നിൽക്കുകയില്ല. മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അവൻ വിട്ടുനിൽക്കും. അപ്പൊ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള മനസ്സിന്റെ ആഗ്രഹത്തെ, ആ മാനസികമായ വികാരത്തെയാണ് ലജ്ജ എന്ന് വിശേഷിപ്പിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, ഒരു മുസ്ലിമിനുണ്ടാകേണ്ടുന്ന ലജ്ജ അല്ലെങ്കിൽ ലജ്ജയെ രണ്ട് രൂപത്തിൽ വേർതിരിക്കാം, തരംതിരിക്കാം. ഒന്നാമത്തെ രൂപം ഹയാ ഉൻ ഫിത്രി, നമുക്ക് പ്രകൃതിയാ ഉണ്ടാകേണ്ടുന്ന ലജ്ജ, നമ്മുടെ ഫിത്രത്തിൽ ഉണ്ടാകേണ്ടുന്ന ലജ്ജ. അതിനെപ്പറ്റി മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഫുഖിദൽ ഹയാ ഫുഖിദൽ ഇൻസാനിയ്യ വലം യബ്ഖ മഅഹു മിനൽ ഇൻസാനിയ്യതി സിവ സൂറ. ഒരാളിൽ നിന്ന് പ്രകൃതിപരമായി അവൻ ഉണ്ടാകേണ്ടുന്ന ലജ്ജ അത് കൈമോശം വന്നാൽ, അത് നഷ്ടപ്പെട്ടാൽ അവന്റെ വ്യക്തിത്വം, അവന്റെ ഇൻസാനിയത്ത്, അവന്റെ പേഴ്സണാലിറ്റി, ഒരു മനുഷ്യൻ എന്നുള്ള അവന്റെ മൂല്യങ്ങൾ തന്നെ അവനിൽ നിന്ന് നഷ്ടപ്പെടും. പ്രകൃതിപരമായ ഒരാൾക്ക് ലജ്ജയില്ല എങ്കിൽ അവൻ മനുഷ്യനല്ല. പിന്നെ അവന്റെ മനുഷ്യത്വത്തിൽ നിന്ന്, അവന്റെ മാനുഷികമായ വിശേഷണങ്ങളിൽ നിന്ന് അവന് ബാക്കിയാവുന്ന എന്താണ്? വലം യബ്ഖ മഅഹു മിനൽ ഇൻസാനിയത്തി സിവ സൂറ. പ്രത്യക്ഷത്തിലുള്ള രൂപം, അവന്റെ എല്ലും മാംസവും തൊലിയും ചേലും കോലവും, ഇത് മാത്രമാണ് പിന്നെ മനുഷ്യത്വത്തിൽ നിന്ന് അവന് ബാക്കിയാകുക. ലജ്ജയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ മനുഷ്യത്വമില്ലാത്തവനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു.
അപ്പൊ ഇത് ഫിത്രത്തിൽ ഉണ്ടാകേണ്ടുന്ന ലജ്ജയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത്. ആ ശുദ്ധ പ്രകൃതിയിൽ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് ലജ്ജ ഉണ്ടാകണം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് താല്പര്യമുണ്ടാകണം. ഇത് ഫിത്രിയായ ലജ്ജയാണ്. രണ്ടാമത്തെ ലജ്ജ ഹയാ മുക്തസബ്, നമ്മൾ പണിപ്പെട്ട് ശ്രമിച്ച് നേടിയെടുക്കേണ്ടുന്ന സമ്പാദിക്കേണ്ട ലജ്ജയാണ്. അതെങ്ങനെയാണ് സമ്പാദിക്കുക? ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിന്റെ കലാം ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നതിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിലെ പാഠങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ, സലഫു സാലിഹീങ്ങളുടെ ആധാറുകൾ അവരുടെ ചരിത്രങ്ങൾ അയവിറക്കുന്നതിലൂടെ, ലജ്ജയുള്ള ഉലമാക്കൾ, അഇമ്മത്തുകൾ, പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ അവരുമായി സഹവസിക്കുന്നതിലൂടെ ലജ്ജ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിനാണ് ഹയാ മുക്തസബ്, നമ്മൾ സമ്പാദിക്കേണ്ടുന്ന ലജ്ജ എന്ന് പണ്ഡിതന്മാർ വിശേഷിച്ചത്. വസ്വാഹിബു സാഹിബുൻ, പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ആരോടൊപ്പമാണ് സഹവസിക്കുന്നത് അവൻ നമ്മെ അവന് തോന്നിയിടത്തേക്ക് നയിക്കും. ലജ്ജയുള്ളവരോടൊപ്പമാണ് നമ്മുടെ സഹവാസവും ബന്ധവും, നമ്മൾ ലജ്ജാശീലമുള്ളവരായി മാറും. ഇങ്ങനെ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടുന്ന ലജ്ജയുണ്ട്. ഈ രണ്ട് ലജ്ജയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പരാമർശിച്ച ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസൻ എന്ന് വിലയിരുത്തിയ ഇമാം തിർമിദിയുടെ സുനനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ലജ്ജയും ഒരുമിച്ച് പറഞ്ഞ ഹദീസ്, ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജിക്കേണ്ട മുറപ്രകാരം ലജ്ജ കാണിക്കണം. അപ്പൊ സഹാബത്ത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ ലജ്ജിക്കുന്നവരാണല്ലോ, അതായത് ഫിത്രത്തിൽ തന്നെ ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ സ്വഹാബത്ത് ഉദ്ദേശിച്ചത് നബി ലജ്ജിക്കണം എന്ന് പറഞ്ഞപ്പോ അവരാരും ഫിത്രത്തിൽ ലജ്ജയില്ലാത്തവരാണെന്നുള്ള ഉദ്ദേശത്തിലല്ല നബി പറഞ്ഞത്. നബി അവിടെ ഉദ്ദേശിച്ചെത്തിയതാണ് ഹയാ മുക്തസബ്, അവര് പണിപ്പെട്ട് ശ്രമപ്പെട്ട് അധ്വാനിച്ചെടുക്കേണ്ടുന്ന ലജ്ജയെ കുറിച്ചാണ്. പക്ഷെ സ്വഹാബത്ത് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് അവർക്ക് ഫിത്രത്തിലുള്ള ലജ്ജയെ കുറിച്ചാണ്. നബിയെ, ഞങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ മോശമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ലൈസ ദാലിക്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പ്രകൃതിപരമായി ഉണ്ടാകേണ്ടുന്ന ലജ്ജയെ കുറിച്ചല്ല. വഇന്നമൽ ഹയാഉ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ പണിപ്പെട്ട് സമ്പാദിച്ചെടുക്കേണ്ടുന്ന അള്ളാഹുവിനോട് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ലജ്ജയാണ്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്, അൻ തഹ്ഫള റഅസ വമാ വഅ വഅൻ തഹ്ഫളൽ ബത്ന വമാ ഹവ, നീ നിന്റെ തലയെ, നിങ്ങളുടെ ശിരസിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കണ്ണിനെ, നിങ്ങളുടെ കാതിനെ, നിങ്ങളുടെ വായയെ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിച്ച്, അതല്ലെങ്കിൽ സമയം കൊന്ന് അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവയെ നശിപ്പിക്കാതിരിക്കാൻ ലജ്ജ കാണിക്കണം. ഉലമാക്കൾ ഈ ഹദീസിനെ മനോഹരമായി വിശദീകരിച്ചതായി കാണാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി നമ്മൾ തലയിടരുത്. നമ്മൾ നാടൻ മലയാളത്തിൽ പറഞ്ഞ ആവശ്യമില്ലാത്തടത്ത് പോയി തലയിടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുന്നതിന് നമ്മൾ ലജ്ജിക്കണം. തലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും നമ്മുടെ വായും നമ്മുടെ കാതും എല്ലാം മുടക്കാവും. അതൊക്കെ നമ്മുടെ തലയിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. നമ്മുടെ കണ്ണും കാതും മുടക്കായാൽ നമ്മുടെ കൽബും മുടക്കാവും, കൽബ് മുടക്കായാൽ ശരീരം മുഴുവൻ മുടക്കാവും. അപ്പൊ നീ നിന്റെ ശിരസിനെ, നിന്റെ കണ്ണിനെ, നിന്റെ കാതിനെ, നിന്റെ വായെ, നിന്റെ നാവിനെ, നിന്റെ ഉടലിനെ അനാവശ്യമായ കാര്യങ്ങളിൽ പോയി തലയിടുന്നതിൽ നിന്ന് ശ്രദ്ധിക്കണം. അത് ചെയ്യാതിരിക്കാൻ ലജ്ജ കാണിക്കണം. ഇന്ന് നോക്കൂ, നിങ്ങൾ ദീനുള്ള ആളുകൾ എന്ന് പറയുന്നവർ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏർപ്പെടുന്നത്. അറബി അക്ഷരമാല നേരെ ചൊവ്വെ എണ്ണി പറയാൻ അറിയാത്ത ആളുകളാണ് ദീനിന്റെ വലിയ വലിയ മസലകൾ, ആളുകൾ ഇസ്ലാമിനകത്തും പുറത്തുമാക്കുന്ന മസലകൾ. ഒരാളെ നരകത്തിന്റെ അവകാശിയും സ്വർഗത്തിന്റെ അവകാശിയും എന്ന് വേർതിരിക്കുന്ന വലിയ വലിയ ഉലമാക്കൾ വളരെ ഗൗരവത്തിൽ ഭയത്തോടെ സംസാരിച്ച വിഷയങ്ങൾ വരെ അറബി അക്ഷരമാല പോലും അറിയാത്തവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് ചർവിത ചർവണം ചെയ്യണം. വലിയ വലിയ മസലകൾ, അതിന്റെ പിന്നാലെ ആളുകൾ തടിച്ചുകൂടുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രതിസന്ധി, അതല്ലെങ്കിൽ വലിയൊരു അല്പത്തരം എന്ന് പറയാം. എന്ത് നീചമായ, അതല്ലെങ്കിൽ എന്ത് അപൂർവമായ വിചിത്രമായ വാദം ഒരാൾ ദീനിൽ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ അനുയായികൾ എമ്പാടും ഉണ്ടാവും. ശരിയായ ഹക്ക് പറയുന്നിടത്ത് ആളുകളുടെ എണ്ണം എവിടെയാണ്? അവിടെ എവിടെയാണ് ഫോളോവേഴ്സ്? ആർക്കും എന്തും ദീനിന്റെ പേരിൽ പറയാം, എഴുതാം, അഭിപ്രായ പ്രകടനം നടത്താം, നിലപാട് സ്വീകരിക്കാം. അതിന്റെ പിന്നാലെ കാളുകൂടാണ് ദീന് കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, സലഫികൾ എന്ന് പേര് വെക്കുന്നവർ. ലജ്ജിക്കണം നമ്മൾ. ഇന്ന് നാം മരിച്ചാൽ, ഇന്ന് നമ്മൾ ഖബറിലേക്ക് എത്തിയാൽ
നമ്മുടെ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഇൽമ് എന്താണ്, ദീനിനെ കുറിച്ച് ഇൽമുൻ നാഫി എന്താണ്, അതാണ് നമ്മൾ പഠിച്ച് അമലാക്കേണ്ടത്. എന്തൊക്കെ ചർച്ചകളാണ് നമ്മുടെ ആളുകൾക്കിടയിൽ. തർക്കിച്ച് ജീവിതം കൊല്ലുക. മഹാനായ ഇമാം അൽ-ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ഫസാദ ഖൗമിൻ, അല്ലാഹു ഒരു സമൂഹത്തിന് ഫസാദ് ഉദ്ദേശിച്ചാൽ, ഫതഹ അലൈഹിം ബാബൽ ജദൽ വമനഅ അൻഹുൽ അമൽ, അല്ലാഹു അവർക്കുമേൽ തർക്കകുതർക്കങ്ങളുടെ വാതിൽ അങ്ങ് തുറന്നു കൊടുക്കും. അവർക്ക് വേണ്ട ഇൽമു നേടി അമലാക്കേണ്ടുന്ന കവാടങ്ങൾ അവർക്ക് മേൽ കൊട്ടിയിടും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. തർക്കിച്ചങ്ങ് സമയം കളയുക. തർക്കമാണ് അവന്റെ ദീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനത്തെ വിഷയങ്ങളിൽ പോയി തലയിടുന്നതിന് നമ്മൾ ലജ്ജിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മെനക്കെട്ട് പണിപ്പെട്ട് നേടിയെടുക്കേണ്ട ലജ്ജയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. വഅൻ തഹ്ഫദൽ ബത്ന വമാ ഹവാ, നീ നിന്റെ ആമാശയത്തെ, നിന്റെ വയറിനെ, അതിലേക്ക് ഹറാമായ ഭക്ഷണം കലരുന്നത് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നീ ലജ്ജിക്കണം. ഹറാമ് തിന്നുന്നതിൽ നിന്ന് നമ്മുടെ ആമാശയത്തിൽ ഹറാമ് നിറക്കുന്നതിൽ നമുക്ക് ലജ്ജ വേണം. വമാ ഹവ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, വമാ ഹവ എന്ന് പറഞ്ഞാൽ നിന്റെ ലൈംഗികാവയവത്തെയും നിന്റെ ചാരിത്ര ശുദ്ധിയെയും നീ സംരക്ഷിക്കണം. നീ വ്യഭിചാരത്തിലേക്കോ അതിലേക്ക് നയിക്കുന്ന അതിൻ്റെ പ്രാഥമികമായ മുഖദ്ദിമാത്തുകളിലേക്കോ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നിന്റെ ചെവി കൊണ്ടോ സ്പർശനം കൊണ്ടോ നടത്തം കൊണ്ടോ നീ വ്യഭിചാരത്തെ സാധൂകരിക്കുന്ന, സാക്ഷാത്കരിക്കുന്ന, നിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് നീ ലജ്ജിക്കണം. വഅൻ തഹ്ഫദൽ ബത്ന വമാ ഹവാ. അവസാനത്തെ വാചകമായി അവിടുന്ന് പറഞ്ഞു, വഅൻ തദ്കുറൽ മൗത വൽ ബിലാ, നീ മരണത്തെ ഓർക്കണം. നീ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ, നീ മരിച്ചു മണ്ണായി നീ നുരുമ്പായി തീരുന്നത്, നീ മണ്ണിലേക്ക് തന്നെ അലിഞ്ഞില്ലാതാകുന്ന രംഗം നീ ഓർക്കണം. വൻ തദ്കുറൽ മൗത വൽ ബിലാ വമൻ അറാദൽ ആഖിറത തറക സീനത ദുനിയ ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ. എന്നിട്ട് അവിടുന്ന് അവസാനമായി പറഞ്ഞു, ആരാണോ ആഖിറത്തെ ലക്ഷ്യമാക്കി പണിയെടുത്തത്, ആഖിറത്തെ ലക്ഷ്യമാക്കി ദുനിയാവിന്റെ അലങ്കാരങ്ങളെ കൈയൊഴിഞ്ഞത്, ആരാണ് അങ്ങനെ പ്രവർത്തിച്ചത്, അവനാണ് ഫഖദ് ഇസ്തഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹുവിനോട് ലജ്ജിക്കേണ്ടെന്ന് മുറപ്രകാരം ലജ്ജിക്കുന്നവൻ. നോക്കൂ നിങ്ങൾ, ഇതൊരാൾ സമ്പാദിച്ചെടുക്കേണ്ട ഹയാ മുക്തസബാണ്. ഈ രണ്ട് രൂപത്തിലും ഇസ്തഹി, നിങ്ങൾ ലജ്ജിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക എന്നതിന് പണ്ഡിതന്മാർ ഈ വാചകത്തിന്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക എന്ന വാചകത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ, ആശയങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കും. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക എന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാദാ അംറുൻ ലിത്തഹ്ദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പേടിപ്പിക്കുന്ന, അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വാചകമായി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് പ്രവർത്തിക്കുക, ഫഇന്നി മുജാസികും അലൈഹി, നിനക്കതിൻ്റെ പേരിൽ ശിക്ഷ നേരിടേണ്ടി വരും. നീ ലജ്ജയില്ലാതെ തോന്നിയത് പ്രവർത്തിച്ചാൽ നിന്നെ ഞാൻ പിടികൂടും, നിന്നെ ഞാൻ ശിക്ഷിക്കും എന്ന് അല്ലാഹു നമ്മെ ഭീതിയോടെ പേടിപ്പെടുത്തുകയാണ്. നീ എങ്ങാനും ലജ്ജയില്ലാതെ തിന്മകളിൽ തോന്നിയവാസം പ്രവർത്തിച്ചാൽ ഫഇന്നക സതുലാഖിഹി വഇന്നക സതുഹാസിബു അലൈഹി, നീ അതിൻ്റെ പേരിൽ സതുഹാസബു അലൈഹി, വിചാരണ നേരിടേണ്ടി വരും, നീ എന്നെ കണ്ടുമുട്ടേണ്ടി വരും, എൻ്റെ ചോദ്യം നീ നേരിടേണ്ടി വരും, നിന്നെ ശിക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് പ്രവർത്തിച്ചോ, അതിൻ്റെ അനന്തര ഫലം, ദുരന്ത ഫലം നീ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ അതിൻ്റെ മോശമായ പര്യവസാനം നീ അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ നേരിടേണ്ടി വരും. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശർഈയായ ഒരു കൽപ്പനയായി നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നീ ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ നീ ആലോചിക്കുക, നിനക്ക് അത് പ്രവർത്തിക്കാൻ ലജ്ജ തോന്നുന്നില്ല എങ്കിൽ, നീ അത് പ്രവർത്തിച്ചാൽ അത് കാണുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ലജ്ജയോടെ വീക്ഷിക്കുന്നില്ല എങ്കിൽ നീ അത് പ്രവർത്തിക്കുക. ശറഇനെതിരല്ലാത്ത, അള്ളാഹുവിന്റെ ദീനിൽ വിലക്കില്ലാത്ത ഒരു കാര്യം നീ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അത് പ്രവർത്തിക്കാൻ നിനക്ക് ലജ്ജ തോന്നില്ല, നീ ഒരു മുഅ്മിനാണ്, നീ ഒരു മുവഹിദാണ്. ഒരു മുഅ്മിൻ
തൗഹീദിന്റെ ഇസ്ലാമിന്റെ ശുദ്ധപ്രകൃതിയിൽ വളർന്നൊരു മുസ്ലിം അവനൊരിക്കലും ശറഅനെതിരായത് പുറമേക്ക് പ്രകടിപ്പിക്കുകയില്ല. അവൻ പുറമേക്ക് പ്രകടിപ്പിക്കുന്നതും ചെയ്യുന്നതും ഒരിക്കലും ലജ്ജാവഹമായ കാര്യങ്ങളല്ല, അത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു കാര്യം നീ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ദീനിൽ അതിനെക്കുറിച്ചൊരു കൽപ്പനയില്ല, വിലക്കുമില്ല, നിനക്കത് ചെയ്യാൻ ലജ്ജയില്ല എങ്കിൽ നിനക്ക് പ്രവർത്തിക്കാം. മുബാഹായ ഒരു കാര്യം നിനക്ക് അത് പ്രവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ ഈ ഹദീസിലൂടെ നമുക്ക് സമ്മതം തരികയാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നീ പ്രവർത്തിക്കാൻ ലജ്ജിക്കാത്ത കാര്യമാണെങ്കിൽ, ശറഅ അതിനോട് എതിര് നിൽക്കുന്നില്ല എങ്കിൽ നിനക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് സലഫുകളിൽ ചിലർ പറഞ്ഞു, എന്താണ് മുറൂഅത്ത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടു. മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി. ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സലഫുകൾ പറഞ്ഞു, അല്ലാ തഅമല ഫി സിരി ശൈഅ തസ്തഹി മിൻഹു ഫിൽ അലാനിയ. നീ നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ പരസ്യമായി ചെയ്യുന്നത് ലജ്ജിക്കുന്ന കാര്യം പ്രവർത്തിക്കാതിരിക്കുക. അതാണ് നിന്റെ പേഴ്സണാലിറ്റി. പരസ്യമായൊരു കാര്യം ചെയ്യാൻ നമുക്ക് ലജ്ജയുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആളുകളുടെ മുമ്പിൽ അത് പ്രവർത്തിക്കാൻ, പ്രകടിപ്പിക്കാൻ നമ്മൾ ലജ്ജിക്കുന്നു പരസ്യമായി. അത് നീ രഹസ്യമായി പോലും ചെയ്യാതിരിക്കുമ്പോഴാണ് നിനക്കൊരു ഇസ്ലാമിക വ്യക്തിത്വം കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. അപ്പോൾ പരസ്യമായി നമ്മൾ ചെയ്യാൻ ലജ്ജിക്കുന്ന കാര്യം അത് അനാവശ്യമായിരിക്കും. അത് രഹസ്യമായി പോലും നമ്മൾ ചെയ്യരുത്. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഈ ഹദീസിലൂടെ കൽപ്പിച്ചതെന്ന് ഉലമാക്കൾ ചിലർ പറഞ്ഞു. ഈ അർത്ഥവും ഈ ആശയവും ഈ ഹദീസിനുണ്ട്. നമ്മളൊരു കാര്യം ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ ലജ്ജിക്കുന്നില്ല എങ്കിൽ, അതിനോട് ശറഇന്റെ വിലക്കോ വിരോധമോ ഇല്ല എങ്കിൽ നമുക്കത് പ്രവർത്തിക്കാം. അത് മുബാഹാണ്, അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. അല്ലാ യകൂനല്ലാഹ് ഖദ് നഹഅ അൻ. അല്ലാഹു ആ കാര്യം വിലക്കാത്തതാകണം, ശറഇൽ അതിന് വിലക്ക് വരാത്തതാകണമെങ്കിൽ അത് നമുക്ക് പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. മറ്റൊരർത്ഥം, ഈ ഹദീസിന്റെ വാചകത്തിൽ ഉൾക്കൊള്ളുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു ഖബറായി അറിയിച്ചതാണ്. ആളുകൾ ലജ്ജയില്ലെങ്കിൽ എന്തു തോന്നിയാസവും പ്രവർത്തിക്കും. ഇദാ ലം തസ്തഹി ഫസ്നഹ് മാ ശിഅത. ആളുകൾക്ക് ലജ്ജയില്ലെങ്കിൽ അവരെന്ത് തോന്നിവാസവും പ്രവർത്തിക്കും. തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവർ, വൃത്തികേടുകൾ ചെയ്യുന്നവർ, ഹറാമുകളിൽ നിഷിദ്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, അവർ ലജ്ജാഹീനരായിരിക്കും, ലജ്ജയില്ലാത്തവരായിരിക്കും. ലജ്ജയുള്ളവരാണോ അള്ളാഹുവിന്റെ വിലക്കുകൾ അവർ പ്രവർത്തിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഹറാമാക്കിയ ഒരു കാര്യം അവർ പ്രവർത്തിക്കുകയില്ല. അവരുടെ വസ്ത്രത്തിൽ, അവരുടെ ചേലിൽ, അവരുടെ കോലത്തിൽ, അവരുടെ നടത്തത്തിൽ, അവരുടെ ഇരുത്തത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ നിശബ്ദതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിലക്കുകൾ അവർ പാലിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത് അവർ പ്രവർത്തിക്കും. ലജ്ജയില്ലേ അള്ളാഹു ഹറാമാക്കിയത് പ്രവർത്തിക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയത് അവർ ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവർ, തങ്ങളുടെ തന്നിഷ്ടത്തെ ദീനാക്കിയവർ, അവർ ലജ്ജയില്ലാത്തവരായിരിക്കും എന്ന പാഠമാണ് ഒരു ഖബറായി, ഒരു വൃത്താന്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു. അപ്പൊ ഈ മൂന്നർത്ഥവും, ഈ മൂന്നാശയവും ഈ ഹദീസിനുണ്ട്. നമ്മളൊരു കാര്യം, ഒരു മുബാഹായ കാര്യം നമുക്ക് പ്രവർത്തിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അത് ലജ്ജാവഹമാകരുത്. ശറഇൽ വിലക്ക് വരാത്തൊരു കാര്യം നമ്മൾ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ ലജ്ജിക്കുന്നുവെങ്കിൽ അതൊരു മോശമായ കാര്യമായിരിക്കും, അത് ചെയ്യരുത്. അതുപോലെ തന്നെ ആളുകൾക്ക് ലജ്ജയില്ലെങ്കിൽ അവർ എന്തു തോന്നിവാസവും പ്രവർത്തിക്കും. ഇനി നീ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു, നിനക്ക് ഹറാമ് ചെയ്യാൻ ലജ്ജയില്ല എങ്കിൽ അതിന് തക്കതായ ദുരന്ത ഫലം നീ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ശിക്ഷയായി നേരിടേണ്ടി വരും. ഈ മൂന്നാശയവും ഈ പദത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരണമായി അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഞാൻ പറഞ്ഞുവല്ലോ, ലജ്ജയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മത്തിന് ഇല്ലാതെ പോകുന്ന മഹത്തായ ഒരു മൂല്യമാണ് ലജ്ജ. ലജ്ജയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ്. ലജ്ജയില്ലാത്തവൻ ഈമാനിന്റെ ശാഖയാണ് നഷ്ടപ്പെടുന്നത്. ഒരാളിൽ ലജ്ജ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അവനിൽ നിന്ന് ഈമാൻ അന്യമാകുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ ലജ്ജയുടെ വിഷയത്തിൽ ഉപദേശിക്കുന്നത് കണ്ടു.
ഈ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി ഒരു സമ്പന്നനായിരുന്നു. അയാളോട് ഉപദേശിക്കുന്ന വ്യക്തി പറയുന്നത്, നിങ്ങളിങ്ങനെ ആളുകൾ കൈനീട്ടി യാചിച്ചു വരുമ്പോൾ നിങ്ങളുടെ സമ്പത്തെല്ലാം കൈയഴിച്ച് ദാനം ചെയ്യുന്നു. അങ്ങനെ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ലജ്ജ പ്രേരിപ്പിക്കുന്നില്ല. അതായത് ആളുകൾ കൈനീട്ടി കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കൽ മോശമല്ലേ? അപ്പൊ കൊടുക്കാതിരിക്കുന്നതിന് അദ്ദേഹം ലജ്ജിക്കുന്നു. അങ്ങനെ നിങ്ങൾ കൈയഴിച്ച് ചെലവഴിക്കുന്നു. നിങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾ അങ്ങനെ നശിപ്പിച്ചു കളയല്ലേ, പാഴാക്കി കളയല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചോദിച്ചു വരുന്നവർക്ക് നൽകാതിരിക്കാൻ അയാളുടെ ലജ്ജ അയാളെ പ്രേരിപ്പിക്കുന്നില്ല. അയാൾ കൈയഴിച്ച് ദാനം ചെയ്യുന്ന വിഷയത്തിൽ അയാളുടെ ലജ്ജയെ ഒരാൾ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. നീ അവനെ വിട്ടേക്കുക. അവൻ ആ രംഗത്ത് കാണിച്ച ലജ്ജ അത് സ്തുത്യർഹമാണ്, അത് ഈമാനിൽപ്പെട്ട കാര്യമാണ്, ഈമാനിന്റെ ശാഖയാണ്. നല്ല കാര്യങ്ങൾക്ക് ലജ്ജിക്കുക എന്നുള്ളത് ഈമാനിന്റെ ശാഖയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ഖൈറുൻ കുല്ലു. വേറെ റിവായത്തിൽ കാണാം അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ. വേറെ ചില റിവായത്തിൽ കാണാം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈരിൻ. ലജ്ജ മുഴുവൻ നന്മയാണ്. ലജ്ജയുടെ എല്ലാ അംശവും അത് ഖൈർ മാത്രമാണ്. ലജ്ജ ഖൈറല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചിട്ടുള്ള എല്ലാ രംഗങ്ങളിലെയും അപജയങ്ങൾ, അവരുടെ മോശമായ അവസ്ഥകൾ ഈ ഹദീസിലേക്ക് നിങ്ങൾ ചേർത്ത് വായിച്ചു നോക്കൂ. എന്താണ് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ, വിദ്യാർത്ഥികളുടെ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ, പുരുഷന്മാരുടെ അവസ്ഥ, മാതാപിതാക്കളുടെ അവസ്ഥ, കാരണവന്മാരുടെ അവസ്ഥ? എന്താണ് ദീനിൽ നിന്ന് അവർ ബാക്കിയാകുന്നത്? എന്താണ് അവർക്ക് ദീനിനോടുള്ള പ്രതിബദ്ധത? എന്താണ് അത് നഷ്ടപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ ഈമാനിന്റെ ഭാഗമായി പഠിപ്പിച്ച ലജ്ജയില്ലായ്മയാണ്. ലജ്ജ നന്മയല്ലാതെ ഒന്നും കൊണ്ടുവരികയില്ല. തോന്നിവാസങ്ങളും ഹറാമുകളും പരസ്യമായി ചെയ്യാനെന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു മടിയില്ല. ഈ സാധനമുണ്ടല്ലോ, ഈ സ്മാർട്ട് ഫോൺ, വിരൽ തുമ്പിൽ നിർബാധമൊഴുകുന്ന ഇന്റർനെറ്റിൽ, ഇതുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നത് പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ അള്ളാഹുവിന്റെ ദീൻ നിഷിദ്ധമാക്കി എത്ര വൻപാപങ്ങളാണ് ഈ സാധനം കൊണ്ട് ആളുകൾ പൊതുജന സമക്ഷം പരസ്യമായി പ്രവർത്തിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിലെ കാരണവന്മാർ വരെ ഇതിന്റെ റിംഗ് ടോൺ തുടങ്ങി ഇതിലൊഴുകുന്ന സകല സംവിധാനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ലജ്ജയില്ലായ്മയുടെ പ്രകടഭാവങ്ങൾ ഒരു മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെടുന്ന രംഗങ്ങൾ ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ വന്ന, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസ്, മഹത്തായ ഒരു ഹദീസ്, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ. ലജ്ജയും ഈമാനും അത് പരസ്പര പൂരകങ്ങളാണ്. ലജ്ജയിൽ നിന്ന് ഈമാൻ വേർപ്പെടുകയില്ല, ഈമാനിൽ നിന്ന് ലജ്ജ വേർപ്പെടുകയില്ല. അതൊരുമിച്ച് ഒരു മുസ്ലിമിൽ, ഒരു മുഅ്മിനിൽ സ്ഥാപിതമാകേണ്ട കാര്യമാണ്, ഒരിക്കലും വേർപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ. അതിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ, ഒരാളിൽ നിന്നില്ലാതായാൽ മറ്റേ സംഗതിയും ഇല്ലാതാകും. ഈമാനും ലജ്ജയും ഒരുമിച്ചാണ്. ഒരാളിൽ ഈമാനില്ലേ, ലജ്ജ ഉണ്ടാകില്ല. ഒരാൾക്ക് ലജ്ജയില്ലേ, അയാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകേണ്ടതാണ്. ഈമാൻ ഉള്ളവനാണോ ലജ്ജിക്കുന്നവനാകും, ലജ്ജയുള്ളവനാണോ അവൻ ഈമാനുള്ള മുഅ്മിനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാന. ലജ്ജ ഏതൊരു കാര്യത്തിലുണ്ടോ ആ കാര്യം ലജ്ജ കൊണ്ട് അലങ്കൃതമാകും, ലജ്ജ അതിനെ ഭംഗിയാക്കും. ലജ്ജ ഒരു കാര്യത്തിലില്ലേ ആ കാര്യം വികൃതമാകും, നികൃഷ്ടമാകും, നീചമാകും, മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന അധപ്പതനമായി തീരും. ഇന്ന് നോക്കൂ നിങ്ങൾ, പുരുഷന് സ്ത്രീയെ വേണ്ട, പുരുഷന് പുരുഷൻ മതി, സ്ത്രീക്ക് സ്ത്രീ മതി. മൃഗങ്ങൾക്കിടയിൽ പോലും പ്രകൃതിപരമായി ഉണ്ടാകുന്ന ആകർഷണം, അതിനെപ്പോലും കാറ്റിൽ പറത്തിയിട്ടാണ് മനുഷ്യജീവികൾ മുസ്ലിം ഉമ്മത്തിൽ നേരത്തെ പേരുണ്ടായിരുന്ന, ഇപ്പൊ എക്സ് മുസ്ലിംസായി മാറുന്ന ആളുകൾ ഈ ജാതി കാര്യങ്ങളാണ് പുരോഗമനമായും സ്വാതന്ത്ര്യമായും കൊണ്ടാടുന്നത്, കൊട്ടിഘോഷിക്കുന്നത്, ആളുകൾ ഏറ്റുപിടിക്കുന്നത്. ഇത്രയും വൈകൃതത്തിലേക്ക് നോക്കൂ നിങ്ങൾ. അവിടെ ഒന്ന് ലജ്ജ നിങ്ങൾ ചേർത്തി വായിച്ചു. ലജ്ജ ഉണ്ടെങ്കിൽ ഇത് പറയോ? ചിന്തിക്കാൻ സാധിക്കുമോ? ആളുകൾക്ക് മുമ്പിൽ മൊഴിയാൻ സാധിക്കുമോ? നാലാളുകൾ മുമ്പിൽ പറയാൻ സാധിക്കുമോ? ലജ്ജയില്ലെങ്കിൽ എന്തും ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദീനിനും പ്രത്യേകമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. മുൻകാല ദീനുകൾക്ക്, മുൻകാല അമ്പിയാക്കളുടെ ശരീഅത്ത്
പ്രോത്സാഹിപ്പിച്ച പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാം അതിൻ്റെ പ്രത്യേകമായ സ്വഭാവം അൽ ഹയാ, ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഒന്നിലേറെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പാഠങ്ങളെല്ലാം ഈ ഹദീസിനെ മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കുക. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ഇതാണ് 20-ാമത്തെ ഹദീസ്.